രണ്ടാമത്തെ ചാപ്റ്ററായ വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വിലയിരുത്താം എന്ന ഭാഗത്തിലെ ആദ്യത്തെ ചോദ്യമായ വാട്ട് ഈസ് മീൻ ബൈ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ ആൻസർ. ദ ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. Imposing a nation's political, economic and cultural dominance on another nation is fundamental feature of imperialism. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്തിൻ്റെ സവിശേഷതയാണ്. Colonists imposed their dominance using legal system, administrative measures, military force. അപ്പോൾ എന്തൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്? നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി എന്നീ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യത്തെ വിളിക്കുന്ന പേരാണ്, ഡോമിനൻസിനെ വിളിക്കുന്ന പേരാണ് സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് സാമ്രാജ്യത്വം എന്നാണെന്ന് എഴുതേണ്ടത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് കോളനൈസേഷൻ ഡിഫർ ഫ്രം ഇമ്പീരിയലിസം? അപ്പോൾ കോളനിവൽക്കരണം സാമ്രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ രണ്ടും എഴുതണം, കോളനൈസേഷനും എഴുതണം, ഇമ്പീരിയലിസം എഴുതണം. കോളനൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്നു. ദ യൂറോപ്യൻസ് ഹാഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. യൂറോപ്യൻ രാജ്യങ്ങൾ ആരുമായിട്ട് നേരത്തെ തന്നെ വ്യാപാര ബന്ധമുണ്ടായ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് നേരത്തെ തന്നെ കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. യൂസിങ് പൊളിറ്റിക്കൽ പവർ, മിലിറ്ററി ഫോഴ്സസ്, ഇവ രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയ അധികാരവും, രണ്ട് സൈനിക ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ്, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ്, സാമ്പത്തികമായ ചൂഷണം നടത്തുന്നു ദീസ് നേഷൻസ്, ഈ ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. ലെറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. ഇത് പിന്നീട് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഈ പ്രദേശങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി തീർന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കോളനൈസേഷൻ. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായ ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി തീർന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കോളനിവൽക്കരണം. എന്നാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ആധിപത്യം സ്ഥാപിക്കലാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പീരിയലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാർക്ക് കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ആൻസർ ചെയ്യണം. ദ അഡ്വെന്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എൻഹാൻസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ്. അവിടെ തൊട്ട് എഴുതണം. അവിടെ തൊട്ട് ഈ കാൾഡ് കോളനൈസേഷൻ വരെ എഴുതി നിർത്തണം. എന്നാൽ മാർക്ക് കുറവാണെങ്കിൽ യൂറോപ്യൻസ് ഹാഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്, അവിടെ തൊട്ട് കോളനൈസേഷൻ വരെ എഴുതി നിർത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എന്ത് എഴുതണം? ഈ ഇമ്പീരിയലിസം എന്താണെന്ന് എഴുതണം. ഇത് നമ്മൾ വ്യത്യാസമാണ് ചോദിച്ചത്. വിലയിരുത്താവുന്ന ഭാഗത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഈ പറഞ്ഞത്. അതിനുശേഷം അടുത്ത ചോദ്യം, പാരീസ് പീസ് കോൺഫറൻസ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഡു യു എഗ്രി വിത്ത് ദിസ് കമന്റ്? വൈ? അപ്പോൾ പാരീസ് സമാധാന സന്ധി, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനത്തിന് രൂപീകരിക്കപ്പെട്ട ഒരു സമാധാന സന്ധിയാണ് പാരീസ് പീസ് കോൺഫറൻസ്, പാരീസ് സമാധാന സമ്മേളനം. ആ പാരീസ് അത് 1919 പാരീസ് സമാധാന സമ്മേളനം രണ്ടാം ലോക യുദ്ധത്തിന് പശ്ചാത്തലമൊരുക്കി. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഐ എഗ്രി എന്ന് കൊടുക്കുക. തുടക്കം ആദ്യം തന്നെ ഐ എഗ്രി എന്ന് കൊടുക്കുക. ഐ എഗ്രി ടു ദ അബോവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ബാക്കിയായിട്ട് ഈ പീസ് എഫേർട്സ് എന്നുള്ള ഭാഗം എഴുതുക. പീസ് എഫേർട്സ് എന്നുള്ള ഭാഗം ഇത് ഫുള്ളായിട്ട് എഴുതണം. പാരീസ് സമാധാന സന്ധി എന്ന് ചോദിച്ചാലും വേഴ്സൽസ് ട്രീറ്റി എന്ന് ചോദിച്ചാലും ഈ ഭാഗം തന്നെയാണ് ആൻസർ. അപ്പോൾ പീസ് കോൺഫറൻസ് 1919 ആ 19 പാരീസ് സമാധാന സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുമായിട്ട് വിവിധ തരത്തിലുള്ള കരാറുകൾ ഒപ്പിട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരുമായിട്ടാണ്? ജർമ്മനിയുമായി ഒപ്പിട്ട കരാറാണ്. ആ കരാറിനെ വിളിക്കുന്ന പേരാണ് വേഴ്സൽസ് ട്രീറ്റി എന്നറിയപ്പെടുന്നത്. ജർമ്മനിയുടെ കോളനികൾ ഡിവൈഡ് ചെയ്തു among the victorious powers and Germany forced to pay huge amount as war indemnity. ജർമ്മനി വലിയ യുദ്ധനഷ്ടപരിഹാരം നൽകേണ്ടതായിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സഖ്യരാഷ്ട്രങ്ങൾ ഇവരുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ, റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി, അത് സ്വന്തമാക്കി എല്ലാ യുദ്ധക്കറ്റവും ഇവരുടെ മുകളിൽ ഏൽപ്പിക്കുകയും എന്നിട്ട് അവരെ നിരായുധീകരിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എഴുതണം. അതാണ് വേഴ്സൽസ് ട്രീറ്റി. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട്
ഇതും കൂടി ഉൾക്കൊള്ളിക്കണം. ഈ സെൻറ്റൻസും കൂടെ. ഹിറ്റ്ലർ ഇൻസൈറ്റഡ്, ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ സെൻറ്റൻസ്, ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച് അമംഗ് ദ ജർമ്മൻസ്. ജർമ്മൻകാർക്കിടയിൽ ഹിറ്റ്ലർ എന്ത് വളർത്തിയെടുക്കുകയാണ്? ഒരു പ്രതികാര മനോഭാവം. ഇവരെ ഇങ്ങനെ, അതായത് ഒന്നാം ലോക യുദ്ധാനന്തരം ഇവരെ പാരീസ് സമാധാന സമ്മേളനത്തിൽ അല്ലെങ്കിൽ വേഴ്സേ സ്ട്രീറ്റ് വെച്ച് ഇവരെ അപമാനിച്ചു. അതിന് പ്രതികാര മനോഭാവം ജർമ്മൻകാർക്കിടയിൽ ഇവർ വളർത്തിയെടുത്തു, ഹിറ്റ്ലർ വളർത്തിയെടുത്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് ദിസ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി തീർന്നത്. അപ്പൊ ഇത്ര എഴുതി നിർത്തുക. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു അമേരിക്ക ഇൻ ടു എക്കണോമിക് ക്രൈസിസ്? അപ്പോൾ എന്തെല്ലാം കാരണങ്ങളാണ് അമേരിക്കയെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ അത് പ്രധാനമായിട്ടും ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് പറയുന്ന അഡീഷണൽ റീഡിങ്ങിൻ്റെ ഭാഗത്തിലാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ഓഹരി കമ്പോളങ്ങളൊക്കെ തകർന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ ന്യൂയോർക്ക് സ്റ്റാർ, അത് അഡീഷണൽ റീഡിംഗ് ആണ്. അത്ര പഠിക്കണം, നിർബന്ധമായി പഠിക്കേണ്ട ഭാഗമല്ല. നിങ്ങൾ അതിന് പകരമായിട്ട് ആ ലെറ്റസസിൻ്റെ ഭാഗത്തിൽ എവിടെയെങ്കിലും ഒരു കുറച്ച് ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെച്ചോ. ഒന്നാമത്തത് പോയിന്റുകളായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഫാൾ ഓഫ് പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞതിന് കാരണമായി തീർന്നു. അപ്പോൾ അമേരിക്ക സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഒന്നാമത്തെ കാരണം ഫാൾ ഓഫ് പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിയുന്നതിന് അല്ലെങ്കിൽ വില കുറയുന്നത്, അതൊരു കാരണം. അടുത്ത ഇൻക്രീസ് ഇൻ ഡെബ്റ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, കടങ്ങളും പലിശയിലുള്ള വർധനവ്, പലിശയും കടങ്ങളും ഒക്കെ വർദ്ധിച്ചത്. ഇൻക്രീസ് ഇൻ ഡെബ്റ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ഇൻക്രീസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിന് കാരണം, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, അതും എന്തിന് കാരണമായി തീർന്നു? അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമായി തീർന്നു. അടുത്ത യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു USA. അപ്പോൾ അമേരിക്കയിൽ നിന്നല്ല യു എസ് എക്കുള്ള കടം കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള കടം കൊടുക്കുന്നതിൽ ആര് പരാജയപ്പെട്ടത്? യൂറോപ്പ് പരാജയപ്പെട്ടത്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ദാരിദ്ര്യത്തിലായി തീർന്നു. അല്ലെങ്കിൽ ഒന്നാം ലോക യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലായിട്ട് ആരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു? അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ആ പണം ആര് തിരിച്ചടച്ചില്ല? ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുത്തില്ല. അതും ആർക്ക് ബുദ്ധിമുട്ടായി തീർന്നു? അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടായി തീർന്നു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു USA. അടുത്ത കൊളാപ്സ് ഓഫ് ഷെയർ മാർക്കറ്റ്, ഓഹരി വിപണിയുടെ തകർച്ച. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അമേരിക്ക സാമ്പത്തികമായി തകരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കൊളാപ്സ് ഓഫ് ഷെയർ മാർക്കറ്റ്, ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അല്ലെങ്കിൽ ഓഹരി വിപണിയിലുണ്ടായ തകർച്ച. അടുത്ത ഇൻക്രീസ് ഓഫ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം വർദ്ധിച്ചത്. അടുത്ത കൊളാപ്സ് ഓഫ് ബാങ്കുകളുടെ തകർച്ച, കൊളാപ്സ് ഓഫ് ബാങ്കുകളുടെ തകർച്ച. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഫാൾ ഓഫ് പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, രണ്ടാമത്തെ പോയിന്റ് ഇൻക്രീസ് ഇൻ ഡെബ്റ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, അടുത്ത ഇൻക്രീസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഓഫ് പോവർട്ടി, യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു USA. അടുത്ത പോയിന്റ് കൊളാപ്സ് ഓഫ് ഷെയർ മാർക്കറ്റ്, ഓഹരി വിപണിയിലുണ്ടായ തകർച്ച. അടുത്ത പോയിന്റ് ഇൻക്രീസ് ഓഫ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ് വർധനവ്, കൊളാപ്സ് ഓഫ് ബാങ്കുകളുടെ തകർച്ച. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം. ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഫാസിസത്തിൻ്റെ ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും ഈ പോയിന്റുകളാണ്. ഒന്നാമത്തത് ആൻറ്റഗണിസം ടു ഡെമോക്രസി. അപ്പോൾ ആൻറ്റഗണിസം ടു ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? വിരോധം. എന്തിനോടുള്ളതാണ്? ഡെമോക്രസിയോടുള്ള വിരോധം, ജനാധിപത്യത്തോടുള്ള വിരോധം, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. അടുത്തത് ഗ്ലോറിഫൈങ് ദ നേഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, അത് മറ്റൊന്ന്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. അടുത്തത് അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈറ്റ്സ്, അതായത് വംശീയ മഹിമയെ ഉയർത്തിക്കാട്ടൽ, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്. അടുത്തൊന്നുകൊണ്ട് ജസ്റ്റിഫൈങ് ദ വാർ, യുദ്ധത്തെ നീതീകരിക്കൽ അല്ലെങ്കിൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ന്യായീകരിക്കൽ, യുദ്ധത്തെ. അതായത് നമ്മൾ പഠിച്ചാണ് ബെനിറ്റോ മുസോളിനി, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് മുസോളിനി. അപ്പോൾ ആ ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ജസ്റ്റിഫൈങ് വാർ.
അടുത്ത ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ വ്യാപിപ്പിക്കുക, പ്രചരിപ്പിക്കുക, ഇവിടെ അതാണ് അർത്ഥമാക്കുന്നത്. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ. അടുത്തത് ഡിഎഫൈങ് ദ പാസ്റ്റ്. ഡിഎഫൈങ് എന്ന് വെച്ചാൽ ഇവിടെ പ്രകീർത്തിക്കുക, പാസ്റ്റ് എന്ന് വെച്ചാൽ ഭൂതകാലത്തെ. അപ്പോൾ ഭൂതകാലത്തെ എന്ത് ചെയ്യുക? പ്രകീർത്തിക്കുക, പുകഴ്ത്തുക. അടുത്ത പോയിന്റ് ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ. ഇപ്പോൾ ഇതിലൂടെ കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ ഫാസിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത് ഫാസിസത്തിൻ്റെ സവിശേഷതയായിരുന്നു. അടുത്ത മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. അടുത്തത് ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കൽ. ഇതെല്ലാമാണ് ഫാസിസത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഇത്ര എഴുതണം. ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. അവിടെ നിങ്ങൾ നോക്കുക, ചേരുപടി ചേർക്കുക എന്നുള്ള ഭാഗമാണ്. അവിടെ പ്രധാനമായിട്ടും അഡോൾഫ് ഹിറ്റ്ലർ നമ്മൾ പഠിച്ചതാണ്. അഡോൾഫ് ഹിറ്റ്ലറിനകത്ത് ആര് വരും? വേൾഡ് വാർ 1, അതുപോലെ ഗെസ്റ്റപ്പോ, ഇറ്റലി, അതുപോലെ തന്നെ മിഖായിൽ ഗോർബച്ചേവ്. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിനെയാണ് ഗെസ്റ്റപ്പോ എന്ന് പറയുന്നത്. ആ ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന പോലീസ് സംവിധാനത്തിന് പേര് നൽകിയതാണ്. രഹസ്യ പോലീസ് സംവിധാനത്തിനാണ് ഗെസ്റ്റപ്പോ എന്ന് പേര് നൽകിയത്. എന്നാൽ ഈ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ മിലിറ്ററി സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് എന്താണ്? ബ്രൗൺ ഷർട്ട്, തവിട്ടുകുപ്പായക്കാർ. തമ്മിൽ തിരിച്ചെഴുതി വയ്ക്കില്ല. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പോലീസ് സംവിധാനം ഗെസ്റ്റപ്പോയും ഇനി അവരുടെ മിലിറ്ററി ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ബ്രൗൺ ഷർട്ട് എന്നാണ്. അടുത്ത ട്രീറ്റി ഓഫ് വേഴ്സേൽസ്, ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായ സമാധാന സമ്മേളനമാണ് ട്രീറ്റി ഓഫ് വേഴ്സേൽസ്. ജർമ്മനിയുമായി ഒപ്പുവെച്ച സമാധാന സമ്മേളനമാണെന്ത്? ട്രീറ്റി ഓഫ് വേഴ്സേൽസ്. അപ്പോൾ ഇതാണ് വേൾഡ് വാർ ഫസ്റ്റ്, ഒന്നാം ലോക യുദ്ധം. അടുത്ത ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം മിഖായിൽ ഗോർബച്ചേവ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ്. ഏതൊക്കെയാണ് അവ? ഓർമ്മയുണ്ടാവും. ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയ്ക്ക എന്നീ ആശയങ്ങളാണ്, എന്നീ പുതിയ പരിഷ്കാരങ്ങളാണ് ഈ പറഞ്ഞ സോവിയറ്റ് യൂണിയൻ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ പഠിച്ചാണ് അതൊക്കെ. അടുത്തത് ബെനിറ്റോ മുസോളിനി എവിടെയാണ്? ഇറ്റലിയിലാണ്. അടുത്ത ചോദ്യം എലൂസിഡേറ്റ് ദ പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസ് ദാറ്റ് റിസൾട്ട് ഇൻ പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്. പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിവിടം തൊട്ട് എഴുതുക. Until the First World War, the territory including Palestine was part of the Turkish Empire. അപ്പോൾ ടർക്കിഷ് എംപയറിൻ്റെ ഭാഗമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധാനന്തരം വരെ ഈ പറഞ്ഞ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം. അവിടെ തൊട്ട് അവസാനം വരെ എഴുതുക. The provision in the pact are yet to be implemented. അവിടെ വരെ എഴുതി നിർത്തുക. അടുത്തത് എക്സാമിൻ ദ റെലവൻസ് ഓഫ് നോൺ അലൈൻമെൻറ്റ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ചേരിചേരാ പ്രസ്ഥാനം നമ്മൾ പഠിച്ചതാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം പ്രധാനമായിട്ടും ഇവിടെ തൊട്ട് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചാലും മതി. ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ മെനി ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കേം ഇൻഡിപെൻഡൻറ്റ്. രണ്ടാം ലോക യുദ്ധാനന്തരം ധാരാളം ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. പിന്നെ ലിബറേറ്റഡ് നേഷൻ ഡിസൈഡ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദ ബ്ലോക്സ്. ഈ സ്വാതന്ത്ര്യം കിട്ടിയ പുതിയ രാജ്യങ്ങൾ ഈ സോവിയറ്റ് ചേരിയിലോ സോഷ്യലിസ്റ്റ് ചേരിയിലോ ചേരാതെ മാറിയുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? എന്നിട്ട് ഫോംഡ് നോൺ അലൈൻമെൻറ്റ്. എന്നിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളോട് എഴുതണം. എന്നിട്ട് അത് എവിടെയാണ് ഒത്തുചേർന്നത്? പേര് നിർദ്ദേശിച്ചത് 1955 ബാന്തൂങ്ങിൽ ഇന്തോനേഷ്യയിൽ വെച്ച സമ്മേളനത്തിലാണ്. എന്നാൽ ആദ്യത്തെ സമ്മേളനം 1961. അപ്പോൾ ഇത്ര എഴുതി നിർത്തിയാലും മതി. എന്നാൽ അതിനുശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട എന്നാൽ ഇത് മാർക്ക് കൂടുതലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫുള്ളും എഴുതേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചാലും മതി. അടുത്ത വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ബ്രോട്ട് ഇൻ ടു ദ വേൾഡ്. എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ ഭാഗമായിട്ടുണ്ടായത്? അപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ പോയിന്റാണ് വാട്ട് വെർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ഇൻ ദ ഇൻ്റർനാഷണൽ ലെവൽ. എന്തെല്ലാമാണ്? ഈ ഭാഗം ഫുള്ളായിട്ട് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം എഴുതിയാലും മതി. എൻഡഡ് കോൾഡ് വാർ. ഒന്നാമത്തെ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ എന്ത് അവസാനിച്ചു? കോൾഡ് വാർ അഥവാ ശീതസമരം അവസാനിച്ചു.
ആരൊക്കെ തമ്മിലുള്ളതാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അവസാനിച്ചു, ആശയപരമായ സംഘടന അവസാനിച്ചു. കാരണം ഒരു ശക്തി അവസാനിച്ചപ്പോൾ ആ സംഘർഷം ഇല്ലാതായി തീർന്നു. അടുത്തത്, എ യൂണിപോളാർ വേൾഡ് ഹാസ് എമർജ്ഡ് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് USA ഇൻ ദ പ്ലേസ് ഓഫ് ബൈപോളാർ വൺ. എന്തിന് പകരമായിട്ടാണ്? ഇരുധ്രുവ ലോകക്രമത്തിന് പകരം. ഇരുധ്രുവ ലോകക്രമം എന്ന് വെച്ചാൽ ഒന്ന് സോവിയറ്റ് യൂണിയൻ, മറ്റൊന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇരുധ്രുവ ലോകക്രമം മാറി എന്ത് വരികയാണ്? അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമം നിലവിൽ വരുന്നു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഉൾക്കൊള്ളിച്ചാൽ മതി. ഇനി നമുക്ക് ആദ്യം തൊട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തത്, ക്യാപിറ്റലിസം, മുതലാളിത്തം എന്നാൽ എന്ത്? അണ്ടർലൈൻ ചെയ്ത ഭാഗമാണ്. ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് എയിം ടു ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ഇംപീരിയലിസം. അപ്പോൾ ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെട്ടു. അതിനുശേഷം അടുത്ത ഭാഗത്ത് നമ്മൾ കോളനൈസേഷൻ. രണ്ടാമത്തെ ചോദ്യം കോളനൈസേഷൻ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് കോളനിവൽക്കരണം എന്നാണെന്ത്. അപ്പോൾ ഈ ഭാഗത്തിൽ നിങ്ങൾ ഈ പഠിച്ച ഓരോ പാരഗ്രാഫിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും സൈഡിലായിട്ട് എഴുതിയിടുകയാണെങ്കിൽ ആ പാരഗ്രാഫ് പിന്നീട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ക്യാപിറ്റലിസം മുതലാളിത്തം എന്നാൽ എന്ത്? ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഓവർ പ്രൊഡക്ഷൻ, അമിത ഉൽപ്പാദനം ഉണ്ടായി. അമിത ഉൽപ്പാദനം ഉണ്ടായപ്പോൾ ആ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് ഫോർ മാർക്കറ്റ്സ്, കമ്പോളങ്ങൾ തേടിയുള്ള അന്വേഷണം ഉണ്ടായി. ആ കമ്പോളങ്ങൾക്ക് തേടിയുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇവരെന്ത് ചെയ്ത്? കോളനികൾ സ്ഥാപിച്ചതാണ് കോളനൈസേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? ധാരാളം സാധനങ്ങൾ, ട്രേഡ് യൂണിയൻസ് രൂപം കൊണ്ടു. അപ്പോൾ കോളനൈസേഷൻ വന്നു. കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ മുതലാളിമാർ അവരെ ഈ തൊഴിലാളികൾ അമിതമായി ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ട് ട്രേഡ് യൂണിയൻസ് രൂപം കൊണ്ടു, തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ടു. അതിനുശേഷം അവർ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭണങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ട്രേഡ് യൂണിയൻസ് വന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? അവർ നിരന്തരമായി പ്രക്ഷോഭണങ്ങൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ തൊഴിലാളികൾക്ക് വർധനവ്, ഇൻക്രീസ് ഇൻ വേജസ്, തൊഴിലാളികൾക്ക് വർധനവുണ്ടായി. ഈ തൊഴിലാളികൾ വർധനവുണ്ടായപ്പോൾ മുതലാളിമാർക്ക് ലാഭത്തിൽ ഇടിവുണ്ടായതിന് കാരണമായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ ഉൽപ്പാദനവും ഓരോ സാധനവും ഉൽപ്പാദിപ്പിക്കേണ്ടത് എക്സ്പെൻസീവ് പ്രൊഡക്ഷനായിട്ട് മാറി. അമിത ഉൽപ്പാദനത്തിൻ്റെ ചിലവ് കൂടുതലായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മുതലാളിമാർ അവരുടെ പണം, ക്യാപിറ്റൽ എക്സ്പോർട്ട് ചെയ്തു, മൂലധനം മറ്റു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തിലേക്ക് ക്യാപിറ്റൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇംപീരിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടിൽ നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതിയിടുകയാണെങ്കിൽ പിന്നീട് അത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് ദ ക്യാപിറ്റലിസ്റ്റ് നേഷൻ ടു ഇൻവെസ്റ്റ് കോളനീസ്? എന്തെല്ലാം കാരണങ്ങളാണ് മുതലാളിത്ത രാജ്യങ്ങൾ കോളനികൾ നിക്ഷേപം നടത്താനുള്ള പ്രധാനമായിട്ടും ഈ കോളനികൾ നിക്ഷേപം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം? ഒന്നാമത് ചീപ്പ് ലേബർ, കുറഞ്ഞ കൂലി, തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി നൽകിയാൽ മതി. അടുത്ത അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. അതുപോലെ തന്നെ ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികൾ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ചീപ്പ് ലേബർ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. അടുത്ത ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നു. ഹൗ ഡസ്, നമ്മൾ പഠിച്ചാണ് ഇംപീരിയലിസം എന്നാണെന്ന് മനസ്സിലാക്കിയതാണ്. അടുത്ത, ഹൗ ഡസ് ഇംപീരിയലിസം ഡിഫർ ഫ്രം കോളനൈസേഷൻ? അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനുശേഷം ഹൗ ഡിഡ് ഇംപീരിയലിസം അഫക്റ്റ് ദ കോളനീസ്? എങ്ങനെയാണ് ഇംപീരിയലിസം കോളനികളെ ബാധിച്ചത്? ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്, കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെയർ റീപ്ലേസ്ഡ്, ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പീപ്പിൾ ഇൻ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലീവ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്, പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി തീർന്നു. അതുപോലെ തന്നെ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്, ദാരിദ്ര്യം തൊഴിലില്ലായ്മ വർദ്ധിച്ചു. അതുപോലെ നാച്ചുറൽ റിസോഴ്സ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്, പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. ഇൻഡിജിനസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്, തദ്ദേശീയമായിട്ടുള്ള കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു. ഇതെല്ലാം ഇംപീരിയലിസം സ്ഥാപിച്ച അല്ലെങ്കിൽ സാമ്രാജ്യത്വം സാമ്രാജ്യത്വം വന്നതിൻ്റെ ഭാഗമായിട്ട് കോളനി രാജ്യങ്ങളെ ബാധിച്ചത് എങ്ങനെയാണെന്നാണ് ഇത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ആർ ദ മിലിറ്ററി അലയൻസസ് ഫോംഡ് ബിഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോക യുദ്ധത്തിന് മുന്നേ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങൾ ഏതെല്ലാമാണ്? ട്രിപ്പിൾ അലയൻസും ആൻഡ് ട്രിപ്പിൾ ഓണ്ടോണ്ടും, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം. ട്രിപ്പിൾ അലയൻസ് എന്ന് വെച്ചാൽ ത്രികക്ഷി സഖ്യം, ട്രിപ്പിൾ ഓണ്ടോണ്ട് എന്ന് വെച്ചാൽ ത്രികക്ഷി സൗഹാർദ്ദം. ഇവ രണ്ടുമാണ്.
ഇനി നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിലെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചാണ്. ഫസ്റ്റ് വേൾഡ് വാർ എഴുതേണ്ട സമയത്ത് ഇവിടെ തൊട്ട് എഴുതണം. യൂറോപ്യൻ നേഷൻസ് വൈഡ് വിത്ത് ഈച്ച് അതർ, അല്ലെങ്കിൽ ദ ഇമ്പീരിയലിസ്റ്റ് എമംഗ് ദ കോൺഫ്ലിക്റ്റ് എമംഗ് ദ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ എൻറ്റയർ വേൾഡ് ടു എ വാർ. അവിടെ തൊട്ട് ഈ രണ്ട് ട്രിപ്പിൾ അലയൻസ് ട്രിപ്പിൾ ഓണ്ടോണ്ടും എഴുതണം. ഈ രണ്ട് ഭാഗം ഉൾക്കൊള്ളിക്കേണ്ട അഡീഷണൽ റീഡിങ് പാൻസ്ലാവ്, പാൻചർമൻ, റിവെഞ്ച് മൂവ്മെൻറ്റ് ഉൾക്കൊള്ളിക്കേണ്ട ഇതെല്ലാം ഉൾക്കൊള്ളിക്കണം. ഇതൊരു സെൻറ്റൻസ് ട്രിപ്പിൾ അലയൻസ് ട്രിപ്പിൾ ഓണ്ടോണ്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതിയത് നന്നായിരിക്കും. അതിനുശേഷം അഗ്രസീവ് നാഷണലിസം എന്നുള്ള ഭാഗം എഴുതണം. യൂറോപ്യൻ നേഷൻസ് റിസോർട്ട് ടു വേരിയസ് സ്ട്രാറ്റജീസ് അവിടെ അത് എഴുതണം. അതിനുശേഷം അടുത്ത പാർട്ടിൽ ഹൗ ഡിഡ് ദ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ക്രോസ് ഫസ്റ്റ് വേൾഡ് വാർ, അതായത് ഈ മൊറോക്കൻ ക്രൈസിസും ബാൾക്കൻ ക്രൈസിസും എഴുതണം. അതിനുശേഷം ഇമ്മീഡിയറ്റ് കോസ് എഴുതണം. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള ഇമ്മീഡിയറ്റ് കോസ്. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം, റിസൾട്ട് ചോദിച്ചാൽ മാത്രം ഇവിടെ എഴുതുക. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഈ ഭാഗം എഴുതണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ വാട്ട് ആർ ദ മിലിറ്ററി അലയൻസസ് ഫോംഡ് ബിഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോക മഹായുദ്ധത്തിന് മുന്നേ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങൾ ഏതെല്ലാം? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ ഓണ്ടോണ്ടും. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? വിച്ച് ആർ ദ കൺട്രീസ് ഇൻക്ലൂഡഡ് ഇൻ ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ ഓണ്ടോണ്ട്? ഏതൊക്കെ രാജ്യങ്ങളാണ് ത്രികോഷ സഖ്യത്തിലും ത്രികോഷ സൗഹാർദ്ദത്തിലും ഉണ്ടായിരുന്നത്? ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി എന്നീ രാജ്യങ്ങളും ട്രിപ്പിൾ ഓണ്ടോണ്ടിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളുമാണ് ഉള്ളത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അഗ്രസീവ് നാഷണലിസം, അത് തീവ്രദേശീയത എന്നാണെന്ത്? ഇവിടെ നിന്നിട്ട് എഴുതിയാൽ മതി. യൂറോപ്യൻ നേഷൻസ് യൂസ് ടു അഗ്രസീവ് നാഷണലിസം invade other countries. Aggressive nationalists considered their own nation as supreme and justified whatever be the action justified whatever be the actions of their nations. Aggressive nationalists considered their own nation as supreme and justified whatever be the actions of their nations. Various movements in Europe such as Pan-Slav, Pan-German, revenge movement were offshoot of aggressive nationalism. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു രാജ്യം മറ്റു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ മറ്റൊരു മാർഗ്ഗമാണ്. അതായത് ഒരു രാജ്യം മറ്റു രാജ്യത്തിലുള്ള സാമ്രാജ്യത്വ മത്സരങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി ഓരോ രാജ്യങ്ങളും പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തീവ്രദേശീയത. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം രാജ്യങ്ങൾ മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്നും അഗ്രസീവ് നാഷണലിസ്റ്റ് കൺസിഡർ ഇങ്ങനെയാണ് their own nation as supreme, അവരുടെ രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ആൻഡ് ജസ്റ്റിഫൈഡ് പ്രധാനപ്പെട്ടെന്നല്ല ഏറ്റവും മഹത്തരമെന്നും സുപ്രീം ആൻഡ് ജസ്റ്റിഫൈഡ് വാട്ടെവർ ബി ദ ആക്ഷൻസ് ഓഫ് ദിയർ നേഷൻ, അവരുടെ എന്ത് പ്രവൃത്തിയും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവർ രാജ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏറ്റവും നല്ലതെന്ന് പ്രസ്താവിക്കുന്നതുമാണ് ഈ അഗ്രസീവ് നാഷണലിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഈ അഗ്രസീവ് നാഷണലിസവുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് വിച്ച് വെയർ ദ മൂവ്മെന്റ്സ് ഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് അഗ്രസീവ് നാഷണലിസം. അഗ്രസീവ് നാഷണലിസവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻചെറും പ്രസ്ഥാനം, റിവെഞ്ച് പ്രസ്ഥാനം. അത് നമ്മൾ പഠിച്ചതാണ്, ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പക്ഷേ ഇത് അഡീഷണൽ റീഡിംഗ് ആണ്. ആദ്യ കാലഘട്ടത്തിൽ അഡീഷണൽ റീഡിങ്ങിൽ അല്ലായിരുന്നു ഉൾക്കൊള്ളിച്ചത്. ആദ്യം ഇത് പഠിക്കേണ്ട ഒരു ഭാഗമായിരുന്നു. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് കോസ് ദ ഫസ്റ്റ് വേൾഡ് വാർ? അപ്പോൾ സാമ്രാജ്യ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ മറ്റ് പ്രതിസന്ധിയിലേക്ക് അയച്ചു. ആ പ്രതിസന്ധിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായി തീർന്നത്. ആ പ്രതിസന്ധികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ച ഭാഗമാണ്. ഒന്ന് മൊറോക്കൻ ക്രൈസിസും മറ്റൊന്ന് ബാൾക്കൻ ക്രൈസിസും. അത് രണ്ടും വിശദീകരിച്ച് എഴുതേണ്ടതായിട്ടുണ്ട്, അങ്ങനെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്, മൊറോക്കൻ ക്രൈസിസും ബാൾക്കൻ ക്രൈസിസും. അടുത്ത ഭാഗത്ത് വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ഇത്രയേ ഉള്ളൂ. സെർബിയൻ യുവാവായിട്ടുള്ള ഗാവ്രിലോ പ്രിൻസപ്പ് ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊല്ലുന്നു. എവിടെയാണ്? സെർബിയൻ ബോസ്നിയൻ തലസ്ഥാന നഗരമായിട്ടുള്ള സരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിട്ടുള്ള ഗാവ്രിലോ പ്രിൻസപ്പ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊല്ലുന്നു. ഈ സംഭവമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം. ഈ പാരഗ്രാഫ് ഇതേ കണക്ക് എഴുതേണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കുക. അടുത്തത്, അനലൈസ് ദ റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഏതെല്ലാം? ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചു. അതൊരു യൂറോപ്പിൻ്റെ സാമ്പത്തികം ദുർബലമായി തീർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പ് എന്ന് വർദ്ധിച്ചു. ഏഷ്യയിലും ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ് ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. എന്നാൽ ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കപ്പെട്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫലം.
ഒന്നാം ലോക മഹായുദ്ധാനം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടന ഏതാണെന്ന് ചോദിക്കും. ഏതാണത്? സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ്. അടുത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് വിജയിച്ച രാജ്യങ്ങൾ, പീസ് എഫേർട്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, പാഠഭാഗത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുമായിട്ട് നിരവധി കരാറിൽ ഏർപ്പെട്ടു, സമാധാന സന്ധികളിൽ ഏർപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1919 സമാധാന സന്ധി ഉൾപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി ഒപ്പിട്ട കരാർ. 1919 ആരാണ്? ജർമ്മനിയുമായി വിജയിച്ച രാജ്യങ്ങൾ ഉൾപ്പെട്ട കരാറാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഈ ഭാഗം അണ്ടർലൈൻ ചെയ്ത ഭാഗം അത് എഴുതുക. വേഴ്സസ് ട്രീറ്റി എന്ന് ചോദിച്ചാൽ ഇത്ര എഴുതണം. അടുത്ത ഭാഗം, അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഹസാർഡ്സ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. സബ്സ്റ്റാൻഷ്യേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്താണ് കെടുതികൾ അനുഭവിക്കാത്ത രാജ്യമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. പ്രസ്താവന സാധൂകരിക്കുക. അപ്പോൾ ഇത്ര എഴുതണം. അമേരിക്ക എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വാർ. ഒന്നാം ലോക മഹായുദ്ധാനത്തിൽ എന്താണ് അവിടെ ബാധിച്ചിരുന്നല്ലോ. യൂറോപ്യൻ നേഷൻസ് മാനേജ് ടു ഗെറ്റ് ലോൺ ഫ്രം USA. അവിടെ നിന്നാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ ഡോളർ മുന്നോട്ട് വന്നു. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് US ഡോളർ മാറി. അങ്ങനെ USA എന്താണ് യൂറോപ്പിന് പുറത്ത് അമേരിക്ക ഒരു വൻ ശക്തിയായിട്ട്, ഒരു ആഗോള ശക്തിയായിട്ട് വളർന്നു വന്നു. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് ഓർത്തിരിക്കണം. 1929 എന്തുണ്ടത് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായത്. അതെവിടെയാണ് ഉണ്ടായത്? USA അടുത്ത ഭാഗത്തിൽ ഇമ്പാക്ട്സ് ഓഫ് എക്കണോമിക് ഡിപ്രഷൻ. എക്കണോമിക് ഡിപ്രഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പാക്ട്സ്, പ്രത്യാഘാതങ്ങൾ ഏതെല്ലാം? അപ്പോൾ ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ഉടലെടുത്ത് എവിടെയാണ്? അമേരിക്കയിലാണ്. 1929 നല്ല ഓർത്തിരിക്കണം അത്. അതിനുശേഷം ഇമ്പാക്ട്സ് ഓഫ് ദ എക്കണോമിക് ഡിപ്രഷൻ. ഒന്നാമത്തത് ഏതൊക്കെയാണ്? പീപ്പിൾ ഹു ബിക്കെയിം പോപ്പർ ബിക്കോസ് ഓഫ് ദ വാർ ഹു കുഡിന്റ് അഫോർഡ് ദ കമോഡിറ്റീസ്. യുദ്ധം പാപ്പരാക്കി ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി തീർന്നു. ഗുഡ്സ് വെർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാത്ത ഫാക്ടറികൾ കെട്ടിക്കിടന്നു. അതുപോലെ തന്നെ ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകൾ തകർന്നു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽ ടു റീപേ ദർ ഡെബ്റ്റ്സ് ടു USA. അമേരിക്കയിൽ നിന്നും വായ്പകൾ തിരിച്ചടയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വീഴ്ച വരുത്തുകയുണ്ടായി. തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ. ഇൻഫ്ലേഷൻ എന്തായി തീർന്നു? ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം അനിയന്ത്രിതമായി തീർന്നു. അതുപോലെ അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടിയും തൊഴിലില്ലായ്മയും വർദ്ധിക്കുകയുണ്ടായി. അടുത്ത ഭാഗത്തിൽ അവിടെ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നു. ഈ ഓവർകം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ കോളനികളിൽ എന്താണ് ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ മറികടക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിച്ചത്. അടുത്ത ഭാഗത്തിൽ ഇവിടെ ചോദ്യം കൊടുത്തിരിക്കുന്നു. ഫാസിസം വാസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫാസിസം ഒന്നാം ലോക യുദ്ധത്തിൻ്റെ സൃഷ്ടിയായിരുന്നു ഫാസിസം. പ്രസ്താവന ചർച്ച ചെയ്യുക. അപ്പോൾ ഈ പാരഗ്രാഫാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വേൾഡ് വാർ വാസ് devastated both the allies. Many European governments lost their power. People were misery, unemployment, poverty and inflation nabbed the entire system. Fascism in Italy, Nazism Germany rose to power, capitalizing the political and economic chaos prevailing then. Economic destruction, rivalry against the victors, aimlessness, etc. facilitated these forces to grab power. പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ ദുർബലമായിരുന്നു. കാരണം രണ്ടുപേർക്കും ഇരുപക്ഷത്തും നാശനഷ്ടങ്ങൾ, ഡിവാസ്റ്റേറ്റഡ്, തകർന്നതിന് കാരണമായി തീർന്നു. പിന്നെ അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടി, ദാരിദ്ര്യം തൊഴിലില്ലായ്മ വർദ്ധിച്ചു. പണപ്പെരുപ്പം ദാരിദ്ര്യം തൊഴിലില്ലായ്മയും പണപ്പെരുപ്പും ഒക്കെ സാമ്പത്തിക മേഖലയെ മുഴുവനായിട്ട് കാർന്നു നിന്നു. അതുപോലെ തന്നെ ഫാസിസം ഇൻ ഇറ്റലി, ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസം ഉടലെടുത്തു. എന്തിനെ മുതലെടുത്തുകൊണ്ടാണ്? ക്യാപിറ്റലൈസിംഗ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കയോസ് പ്രിവെയിലിംഗ്. അവിടെ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടി രണ്ട് ആശയങ്ങളാണ് ഫാസിസം ഇറ്റലിയിലും നാസിസം ജർമ്മനിയിലും. പിന്നെ എക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തികമായ തകർച്ച. അതുപോലെ തന്നെ റൈവൽറി അഗൈൻസ്റ്റ് വിക്ടേഴ്സ്, പരാജയപ്പെട്ട രാജ്യങ്ങൾക്ക് വിജയിച്ച രാജ്യങ്ങളുടെ പ്രതികാര മനോഭാവം. അതുപോലെ തന്നെ എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ. ഈ കാര്യങ്ങളൊക്കെ അനുകൂല സാഹചര്യം ഒരുക്കി ഫാസിസത്തിന് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫാസിസം വാസ് എ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് സർക്കംസ്റ്റൻസ് അണ്ടർ വിച്ച് ദ ഫാസിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇൻ ഇറ്റലി. ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്താനുള്ള കാരണം എന്നുള്ളത്, മുസോളിനി അധികാരത്തിലെത്താനുള്ള കാരണം, സർക്കംസ്റ്റൻസ്, സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്?
ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താനുള്ള സാഹചര്യം വ്യക്തമാക്കുക. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റലിക്ക് ഒന്നാം ലോകത്ത് വിജയിച്ചിട്ട് കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടും ഇറ്റലി കാര്യമായ നേട്ടത്തിനൊന്നും ലഭിച്ചില്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ഇറ്റലി വിജയിച്ച രാജ്യങ്ങളോട് ചേർന്നു, എന്നിട്ടും അവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. അടുത്ത പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ യുദ്ധാനന്തര കാലത്ത് വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവും പണിപ്പെരുപ്പം തുടങ്ങിയ ജനങ്ങളെ ഭരണകൂടത്തിൽ നകത്തിന് കാരണമായി തീർന്നു. അടുത്ത ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു സോഷ്യലിസം വി ആർ പ്രോമിറ്റഡ് സപ്പോർട്ട് ഫാസിസം. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രയോഗിച്ചു. അതിന് മുതലാളിമാർ ഭയന്നു, ജനങ്ങളെ അല്ലെങ്കിൽ രാജ്യം എവിടേക്ക് പോകും, സോഷ്യലിസ്റ്റ് ആശയത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ ആ ഒരു മേഖലയിലേക്ക് പോകും എന്നുള്ള ഭയന്നുകൊണ്ടാണ് ഈ അവിടുത്തെ മുതലാളിമാർ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകൾ ആരെ സപ്പോർട്ട് ചെയ്തു, ഈ ഫാസിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ പഠിച്ച ഭാഗം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ അതിൻ്റെ സൈഡിലായിട്ട് മനസ്സിലാവും. ഒന്നാമത്തത് നിങ്ങൾ പഠിച്ചതാണ്, അണ്ടർലൈൻ ചെയ്ത വയലൻസ് ആൻഡ് ഫെറോസിറ്റി. അപ്പോൾ മുസോളിനി എന്താണ്, ഇറ്റലിയിൽ ആരാണ്, മുസോളിനിയാണ്. അടുത്ത ഫാസിസം, ഇറ്റലി മുസോളിനി ഫാസിസം ആശയമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വയലൻസ് ആൻഡ് ഫെറോസിറ്റി, അക്രമവും അതുപോലെ ക്രൂരതയുമൊക്കെയായിരുന്നു യുദ്ധത്തിൻ്റെ അടിസ്ഥാന തത്വം. അദ്ദേഹം അത് സ്വീകരിച്ചു. പിന്നെ അദ്ദേഹത്തിന് കിൽഡ് ദ വർക്കേഴ്സ് ആൻഡ് ഒപ്പോണൻസ്, സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ഓഫ് പെസൻസ്, വർക്കേഴ്സ് എന്നിവരെ അദ്ദേഹം കൊന്നൊടുക്കി. ഹിസ് എയിം വാസ് ടു റീസ്റ്റോർ ഏൻഷ്യൻ്റ് റോമൻ എംപയർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, റീസ്റ്റോർ ദ ഏൻഷ്യൻ്റ് റോമൻ എംപയർ, ഏൻഷ്യൻ്റ് റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു ലക്ഷ്യം. അദ്ദേഹത്തിന് എന്താണ് മിലിറ്ററി ഫോഴ്സ് ഉണ്ടായിരുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഷർട്ട്സ്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ യൂസിങ് ഈസ് മിലിറ്ററി ഫോഴ്സസ് ബ്ലാക്ക് ഷർട്ട്സ്. അതുപോലെ തന്നെ ഫാസിസ്റ്റ് പോളിസി നടപ്പിലാക്കി. അദ്ദേഹം അഗ്രസീവ് ഫോറിൻ പോളിസി, അക്രമത്തിലൂന്നിയ വിദേശ നയം സ്വീകരിക്കുകയും അദ്ദേഹം ലൈക്ക് എത്യോപ്യയും അൽബേനിയ അദ്ദേഹം അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഓരോ ഭാഗവും നിങ്ങളിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതിയിടുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇറ്റലി, മുസോളിനി, ഫാസിസം, അത് വയലൻസ് ആൻഡ് ഫെറോസിറ്റിയാണ് സ്വീകരിച്ചത്. കിൽഡ് ദ വർക്കേഴ്സ് ആൻഡ് ഒപ്പോണൻസ്, അതായത് എതിരാളികളെയൊക്കെ അത് കൊന്നൊടുക്കി. അത് ആരൊക്കെയാണ് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ലീഡേഴ്സ് ഓഫ് പെസൻസ്, വർക്കേഴ്സ് എന്നിവരെയാണ് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ അതുപോലെ റീസ്റ്റോർ ഏൻഷ്യൻ്റ് റോമൻ എംപയർ, പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ധാരാളം സിമ്പിൾസ് അദ്ദേഹം അത് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അത് നിങ്ങൾ ഇത് പഠിച്ച വീഡിയോ അത് കണ്ടതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത്. ബ്ലാക്ക് ഷർട്ട്സ്, അടുത്ത ഭാഗം ഈ അറ്റാക്കിഡ് എത്യോപ്യ ആൻഡ് അൽബേനിയ. അടുത്ത ഭാഗം ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് മുസോളിനിസ് അഗ്രസീവ് ഫോറിൻ പോളിസി ആൻഡ് വയലൻസ് ലീഡ്സ് ദ നേഷൻ അനദർ വേൾഡ് വാർ. ഇറ്റലി എന്തുകൊണ്ടാണ് ഇറ്റലിയുടെ അതായത് മുസോളിനിയുടെ അക്രമത്തിലൂന്നിയ വിദേശ നയമാണ് രാജ്യത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചത് എന്ന് ചോദിക്കും. നിങ്ങൾ ഇത്ര എഴുതണം. മുസോളിനി റിസോർട്ട് ഡെസ്പോട്ടിക് മെഷേഴ്സ് തൊട്ട് അവസാനം വരെ എഴുതിയിരിക്കുന്നത് ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വാർ വരെ എഴുതി നിർത്തണം. മുസോളിനി റിസോർട്ട് ഡെസ്പോട്ടിക് മെഷേഴ്സ് തൊട്ട് ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വാർ വരെ. അടുത്ത ഭാഗത്തിൽ നാസി പാർട്ടിയുടെ നേതാവായിട്ടുള്ള ആരാണ്, നാസി പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഹിറ്റ്ലർ അധികാരത്തിൽ നിന്നുള്ള കാരണങ്ങൾ. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഹിറ്റ്ലർ കം ടു പവർ ഇൻ ജർമ്മനി. എന്തെല്ലാം കാരണങ്ങളാണ്? ഒന്നാമത്തത് ദ ട്രീറ്റി ഓഫ് വേഴ്സൽസ് ഇമ്പോസ്ഡ് ബൈ ദ വിക്ടോറിയസ് അലൈസ് ഓൺ ജർമ്മനി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി. രണ്ടാമത്തത് എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. ഫെയിലിയർ ഓഫ് ജർമ്മൻ ഗവൺമെൻറ് ആൻഡ് ദ റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. അവിടെ രാഷ്ട്രീയ അസ്ഥിരത എന്ന് വെച്ചാൽ ആരും ഭരിക്കാനില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ജർമ്മനിയിൽ നാസി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ അധികാരത്തിലെത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല. നിങ്ങളത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളിച്ച് എഴുതണം. ഇവിടെ ജർമ്മനിയിൽ ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ ആശയമാണ് നാസിസം, അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയുടെ പേരാണ് ബ്രൗൺ ഷർട്ട്. ഗസ്റ്റപ്പോ, സീക്രട്ട് പോലീസ് ട്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഗസ്റ്റപ്പോ എന്നറിയപ്പെടുന്നത്. അത് ഞാൻ കുറച്ച് ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കണം. അദ്ദേഹം എന്താണ് പോപ്പുലർ സപ്പോർട്ട്, ഒറേറ്ററി സ്കിൽസും ഓർഗനൈസേഷൻ എബിലിറ്റീസും കൊണ്ട് അദ്ദേഹം പോപ്പുലർ സപ്പോർട്ട് നേടിയെടുത്തു. പിന്നെ കമ്മ്യൂണിസ്റ്റുകളെ, സോഷ്യലിസ്റ്റുകളെ, ഡെമോക്രാറ്റ്സുകളെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തു, കൊന്നൊടുക്കി. ജൂതന്മാരെയും അദ്ദേഹം വാദിക്കുകയാണ്, ഹിറ്റ്ലർ ഹെൽഡ് ദ ജൂസ് വെർ റെസ്പോൺസിബിൾ ജർമ്മനീസ് റൂയിൻ. ജർമ്മനിയുടെ പതനത്തിന് കാരണം റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ, ജർമ്മനിക്കുണ്ടായ നാണക്കേടിന് അപമാനത്തിന് കാരണം ജൂതന്മാരാണെന്ന് അദ്ദേഹം വാദിച്ചു. എന്നിട്ട് അദ്ദേഹം സ്പെഷ്യലി പിന്നെ എടുത്ത് പറയുന്നത് ഹോളോകാസ്റ്റ്. അവിടെ നിങ്ങൾ സൈഡിലായിട്ട് എഴുതിയിട്ട് ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂതന്മാരെ
പ്രത്യേകം നിർമ്മിക്കപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് കൊന്നെടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ബ്രൗൺ ഷർട്ട് എന്നറിയപ്പെടുന്ന മിലിറ്ററി ഫോഴ്സാണ്. മാറിപ്പോലെ ബ്രൗൺ ഷർട്ട് മിലിറ്ററി ഫോഴ്സ്. ഗസ്റ്റപ്പോ ആരാണ്? ഗസ്റ്റപ്പോ പോലീസാണ്. സീക്രട്ട് പോലീസിനെ വിളിക്കുന്ന പേരാണ് ഗസ്റ്റപ്പോ. മസക്കർ ദ ജൂസ്, ജൂതന്മാരെ കൊന്നെടുക്കുന്നതിന് ഒരു സംവിധാനമായിരുന്നു. പിന്നെ ആര്യന്മാർ ആരുടെ പിന്തലമാർ ഈ പറഞ്ഞ ജർമ്മൻകാർ ആര്യന്മാരുടെ പിന്തലമാർക്കാണെന്നുള്ള അവകാശവാദം എന്ന് ഉന്നയിച്ചു. അതിൽ ഡിഫൈഡ് ആര്യൻ ആൻസസ്റ്റർ അദ്ദേഹം പുകഴ്ത്തി. അതുപോലെ തന്നെ ആൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് നാസിസ്റ്റ് പാർട്ടി വേർ ബാൻഡ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രധാനപ്പെട്ട നാസി പാർട്ടി ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും അദ്ദേഹം നിരോധിക്കുകയുണ്ടായി. പിന്നെ അതിനുശേഷം ഹിറ്റ്ലർ ഇൻസൈഡ് സ്പിരിറ്റ് ഓഫ് റിവെഞ്ച് അമംഗ് ദ ജർമ്മൻകാർക്കിടയിൽ എന്ത് വളർത്തിയെടുത്തു? ഒരു പ്രതികാര മനോഭാവം അദ്ദേഹം വളർത്തിയെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, അതായത് ജർമ്മൻകാർക്കിടയിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. എന്ന് എഗെയിൻസ്റ്റ് ദ ട്രീറ്റി ഓഫ് വേഴ്സേ സന്ധിക്കെതിരായിട്ടുള്ള ഒരു പ്രതികാര മനോഭാവം ജർമ്മൻകാർക്കിടയിൽ വളർത്തിയെടുത്തു. എ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് ഡെവലപ്ഡ്. അതുപോലെ തന്നെ ഹി യൂസ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ഐഡിയോളജീസ് നാസിസം. അപ്പോൾ നാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ, റേഡിയോ, സിനിമ എന്നീ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ അഗ്രസീവ് നാഷണാലിസം അല്ലെങ്കിൽ അഗ്രസീവ് ഫോറിൻ പോളിസി, അക്രമത്തിലൂന്നിയ വിദേശ നയം സ്വീകരിച്ചുകൊണ്ട് ഈ അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ തുടങ്ങിയ പ്രദേശങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ആക്രമിച്ചു. കുറച്ച് വേഗത്തിൽ പോകുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാലാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആശയങ്ങൾ ഇതൊക്കെയാണ്. എനിമീസ്, അപ്പോൾ നമ്മൾ ആശയങ്ങൾ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നോക്കുന്നത്. ഐഡിയോളജി, ഫാസിസം, നാസിസം. ഐഡിയോളജിയുടെ പ്യൂരിറ്റി ഓഫ് റേസ്, വംശീയ മഹിമയെ ഉയർത്തിക്കാട്ടുന്നു. അതിൽ പ്രധാനമായിട്ട് ഫാസിസ്റ്റ് ആശയങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കിയതാണ്. നാസിസത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ് ആര്യൻ വംശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ ആളാണ് ആര്? ഈ അഡോൾഫ് ഹിറ്റ്ലർ. ജൂതന്മാരെ കൊന്നെടുക്കുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയുടെ പ്രധാനപ്പെട്ട എനിമീസ് ആരൊക്കെയാണ്? അനിഹിലേഷൻ ഓഫ് എനിമീസ് ആരൊക്കെയാണെന്ന് നോക്കെ. സോഷ്യലിസ്റ്റ്, വർക്കേഴ്സ് എക്സെട്ര, അതിൽ ലീഡേഴ്സ് ഓഫ് പേഴ്സൺസ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കണം. അടുത്ത് ഇവിടെ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ധാരാളം ആൾക്കാർ, നാസിസ്റ്റം, ജൂതന്മാർ, ഇവരെ കൊന്നൊടുക്കി. അതിനുശേഷം മിലിറ്ററിയിൽ ബ്ലാക്ക് ഷർട്ടാണ്. ബ്ലാക്ക് ഷർട്ട് ആരാണെന്ന് ഓർത്തിരിക്കുക. മിലിറ്ററി സംവിധാനമാണ് ബ്ലാക്ക് ഷർട്ട്. അവിടെയും നാസിസത്തിൽ ബ്രൗൺ ഷർട്ട് ആരാണ്? മിലിറ്ററി സംവിധാനമാണ്. അഗ്രസീവ് ഫോറിൻ പോളിസി സ്വീകരിച്ചുകൊണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഗസ്റ്റപ്പോ എന്ന് പറയുന്നതാണ് സീക്രട്ട് പോലീസ് ട്രൂപ്പാണ്. അഗ്രസീവ് ഫോറിൻ പോളിസി, തീവ്ര ദേശീയത അക്രമത്തിലൊന്നിയ വിദേശ നയം, അതാണ് അഗ്രസീവ് ഫോറിൻ പോളിസി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ ഇറ്റലിയിൽ അദ്ദേഹം ഫാസിസ്റ്റ് രാജ്യമായിട്ടുള്ള ഇറ്റലി എവിടെയൊക്കെയാണ് കീഴടക്കിയത്? ഇത്യോപ്യ, അൽബേനിയയും കീഴടക്കി. അതായത് ആര് കീഴടക്കി? മുസോളിനി. അടുത്തത് നാസിസത്തിൽ ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും ആക്രമിക്കുകയുണ്ടായി. ഇതാണ് എന്തിലേക്ക് നയിച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. അടുത്ത സെക്കൻഡ് വേൾഡ് വാർ ആണ്. സെക്കൻഡ് വേൾഡ് വാർ എഴുതുന്ന സമയത്ത് ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സെക്കൻഡ് വേൾഡ് വാർ. ഇവിടെ തൊട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് 1990. അവിടെ തൊട്ട് ആക്സിസ് പവേഴ്സ്, അലൈഡ് പവേഴ്സ് എഴുതുക. അതിനുശേഷം ലീഗ് ഓഫ് ഈ പാരഗ്രാഫ് ഫുൾ എഴുതുക. അതിനുശേഷം എഫക്ട്സ് ഓഫ് ദ വാർ എഴുതുക. ഇത്ര എഴുതി നിർത്തുക. റിസൾട്ട് ചോദിച്ചാൽ മാത്രമേ ഇവിടെയും കൂടി ഉൾക്കൊള്ളിക്കുക. ഇപ്പോൾ വിച്ച് ആർ ദ കൺട്രീസ് ഇൻക്ലൂഡ് ഇൻ ദ ആക്സിസ് പവേഴ്സ് ആൻഡ് അലൈഡ് പവേഴ്സ്. അപ്പോൾ ആക്സിസ് പവേഴ്സിനകത്തും അലൈഡ് പവേഴ്സിനകത്തും ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും, അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. അപ്പോൾ അച്ചുതണ്ട് ശക്തികളിനകത്ത് ആരൊക്കെയാണെന്ന് അവിടെ നൽകിയിരിക്കുന്നു, നമ്മൾ പഠിച്ചതാണ്. ആരൊക്കെയാണ്? ഒന്നാമത്തത് ആക്സിസ് പവേഴ്സിനകത്ത് ആരാണ്? ആക്സിസ് പവേഴ്സിനകത്ത് പ്രധാനമായിട്ടും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ആക്സിസ് പവേഴ്സിനകത്ത്. സഖ്യശക്തികൾ അഥവാ അലൈഡ് പവേഴ്സിനകത്ത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളാണ് ഉള്ളത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ഫോർമേഷൻ ഓഫ് ദീസ് അലയൻസസ്. അപ്പോൾ ഈ അലയൻസ് രൂപീകരിക്കാനുള്ള കാരണങ്ങൾ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, എന്തെല്ലാം ഈ സഖ്യശക്തികൾ രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ.
അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1990, വിക്ടോറിയസ് നേഷൻ ഷെയർഡ് ദ കോളനീസ് ഓഫ് ഡിഫീറ്റഡ് നേഷൻ നെയ്തർ ജർമനി ഓർ ഇറ്റലി ഹാഡ് എനി ഓർ കോളനി ഓർ മാർക്കറ്റ്, therefore enhancing their political and economic stability. Italy and Germany planned to conquer colonies and attack weak nations. In an effort to extend this policy aggression, Italy and Germany along with Japan formed alliance called Axis powers. Countering this alliance, Britain and France, China formed the Allied powers. അപ്പോൾ 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. അതിലെ പരാജയപ്പെട്ട രാജ്യങ്ങളും വിജയിച്ച രാജ്യങ്ങൾക്കും ഒരുപോലെ നഷ്ടമുണ്ടായി. ജർമ്മനിക്കോ ഇറ്റലിക്കോ കോളനികളോ കമ്പോളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഇവർ അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതി മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ദുർബലമായ രാജ്യങ്ങളെയും അതുപോലെ തന്നെ വീക്കർ നേഷൻസിൻ്റെയും ദുർബലമായ രാജ്യങ്ങളെയും അതുപോലെ തന്നെ കോളനികളെയൊക്കെ പിടിച്ചടക്കുന്നുള്ള പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യുന്നു. എന്നിട്ട് ഈ ആക്രമണ പദ്ധതി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു സഖ്യത്തെ രൂപീകരിക്കുന്നു. ആരൊക്കെ ചേർത്തിട്ടാണ്? ജർമ്മനി ഇറ്റലിയും ചേർന്നൊരു സഖ്യം രൂപീകരിക്കുന്നു. അതിനകത്ത് ആരും കൂടെ വരുന്നു? ജപ്പാനും കൂടെ ചേർന്നു. അതിനെ എതിർത്തുകൊണ്ട് ഇതിനെതിരായിട്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സൈനിക സഖ്യം രൂപീകരിക്കുന്നു. അതാണ് അലൈഡ് പവേഴ്സ് എന്നറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ലീഗ് ഓഫ് നേഷൻസ്. ഇവിടെ 2 കാര്യങ്ങളാണ്, ജർമ്മനി, ഇറ്റലി, ജപ്പാനും. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിയതാണ്. പിന്നെ അപ്പീസ്മെൻറ്റ് പോളിസി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രീണന നയം അപ്പീസ്മെൻറ്റ് പോളിസി എന്താണെന്ന് ചോദിക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെ എതിർത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ കരുതിയത് അവരുടെ പ്രധാനപ്പെട്ട ശത്രു ആരാണെന്നാണ്. സോവിയറ്റ് രാജ്യം അല്ലെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, അല്ലെ സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ ആയിട്ടുള്ള റഷ്യ ആണെന്നാണ് അവർ കരുതിയിരുന്നത്. അതിനാൽ അവർ അതിനെ എതിർത്തില്ല. അപ്പോൾ അതിനെ അവരെന്ത് ചെയ്തു? ഈ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ അതിനെ മുതലെടുത്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഇതിനെ വിളിക്കുന്ന ഈ പറഞ്ഞ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അനുകൂലമായ നിലപാടെടുത്തതിനെ വിളിക്കുന്ന പേരാണ് പ്രീണന നയം, അതോ അപ്പീസ്മെന്റ് പോളിസി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിനുശേഷം ഇമ്മീഡിയറ്റ് കോസ് ആണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ഇമ്മീഡിയറ്റ് കോസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ യുവാവായിട്ടുള്ള ഗാവ്രിലോ പ്രിൻസിപ്പ് വെടിവെച്ചു വന്നത്. എന്നാൽ ഇവിടെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ജർമ്മനി ആരെ ആക്രമിക്കുകയാണ്? പോളണ്ടിനെ ആക്രമിച്ചാണ്. ഓൺ സെപ്റ്റംബർ 1939, 1 സെപ്റ്റംബർ 1939 എന്ത് ചെയ്തു? ജർമ്മനി ആരെ ആക്രമിച്ചു? പോളണ്ടിനെ ആക്രമിച്ചു. ഇതാണ് 2-ാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോസ്, പെട്ടെന്നുണ്ടായ കാരണം. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ എഫക്ട്സ് ഓഫ് ദ വാർ. അപ്പോൾ മുസോളിനി പ്രധാനമായിട്ടും ഇറ്റലിയിൽ മുസോളിനി, ജർമ്മനിയിൽ ഹിറ്റ്ലർ. അപ്പോൾ മുസോളിനിയെ ലോക്കൽ പാർട്ടിസൻസ് എന്ന് പറയുന്നത് പ്രാദേശിക വ്യക്തികളിൽ കൊല്ലപ്പെട്ടു. ഹിറ്റ്ലർ എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു. സോവിയറ്റ് ആർമി മൂവ് ടുവേർഡ്സ് ജപ്പാൻ. സോവിയറ്റ് ആർമി എവിടേക്ക് പോവുകയാണ്? ജപ്പാനിലേക്ക്. അത് അപ്പോഴും ജപ്പാൻ കിടങ്ങാൻ കൂട്ടാക്കിയില്ല. ജപ്പാനെ കിടക്കാൻ വേണ്ടി സോവിയറ്റ് ആർമി അങ്ങോട്ടേക്ക് നീങ്ങി. ഏതുവഴിയാണ്? ട്രാൻസ് സൈബീരിയ വഴി. എന്നാൽ അവിടെ ഈ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുന്നേ തന്നെ അമേരിക്ക എത്തി 2 ആറ്റം ബോംബുകൾ വർഷിച്ചു. അത് ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന് ജപ്പാനിൽ ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയിയും, അത് 6 ഓഗസ്റ്റ് ആണ് 1945. ഫാറ്റ്മാൻ നാഗാസാക്കി. ആദ്യം ലിറ്റിൽ, പിന്നെ വലുത് ലിറ്റിൽ ഫാറ്റ്. അപ്പോൾ 6 ഓഗസ്റ്റും 9 ഓഗസ്റ്റ് 6 തിരിച്ചിട്ട് 9 അങ്ങനെ ഓർത്തിരിക്കുക. അത് 6 ഓഗസ്റ്റും 9 ഓഗസ്റ്റ് 1945 തന്നെയാണ്. ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്ന 1939 മുതൽ 45 വരെയാണ് 2-ാം ലോക മഹായുദ്ധം. 45 തീർന്നു. അതോടുകൂടി ജപ്പാനും കീഴടങ്ങുന്നു. ഡിഫീറ്റഡ്. ഇറ്റലി, ജപ്പാൻ വേറെ, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ വേറെ ഡിഫീറ്റഡ്. ഇവരൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ സൈഡിലായിട്ട് എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിരിക്കും. ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണ്? ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി തീർന്നു. അതുപോലെ തന്നെ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എമർജ് ഗ്ലോബൽ പവേഴ്സ്. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ ശക്തികളായി തീർന്നു. ഇൻ എ ബിഡ് ടു പ്രിസർവ് ദ മെയിൻ വേൾഡ് ബേസ് ദി യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. ലോകസമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടു, UN രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ പോയിന്റുകൾ പ്രധാനമായിട്ടും ഈ അവസാനത്തെ 3 പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഏഷ്യൻ, ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ, അത് വെച്ചാണ് നമ്മൾ പഠിച്ചത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ
ഡീകോളനൈസേഷൻ അത് അപകോളനീകരണം എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചായിരുന്നു. അത് ഈ പോയിന്റ് വെച്ച് ഓർത്തിരിക്കുക. അടുത്ത സോവിയറ്റ് യൂണിയനും അമേരിക്കയും അത് വെച്ചാണ് നമ്മൾ കോൾഡ് വാർ പഠിക്കുന്നത്. അടുത്തത് യുഎൻഒയുടെ കാര്യം. യുഎൻഒയുടെ കാര്യം നമ്മൾ പഠിച്ചാണ്. 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണെന്നൊരു പ്രത്യേകം പഠിച്ചാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഈ 3 പോയിന്റ്, അവസാനത്തെ 3 പോയിന്റ്, ഏഷ്യയും ആഫ്രിക്കയുടെയും സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു, സോവിയറ്റ് യൂണിയൻ അമേരിക്കയും ഗ്ലോബൽ പവറായിട്ട് മാറി, അതുപോലെ തന്നെ ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കേണ്ട സമാധാന സംഘടനയാണിത് യുഎൻ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണ് യുഎൻഒ അഥവാ ഐക്യരാഷ്ട്ര സംഘടന. അപ്പോൾ ഇത്രയും ഭാഗമാണ് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഈ പാഠഭാഗത്തിൽ 2 പ്രധാനപ്പെട്ട എസ്സേകളാണ്. ഒന്ന് ഫസ്റ്റ് വേൾഡ് വാർ, 2 സെക്കൻഡ് വേൾഡ് വാർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്പ്ലോറിംഗ് അബൌട്ട് ഓർഗനൈസേഷൻ ഫോർ പ്രിസർവിംഗ് ഗ്ലോബൽ പീസ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട സംഘടനയുടെ പേരെന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അപ്പോൾ വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് യുഎൻഒ എന്ന് ചോദിച്ചാൽ ഈ ഭാഗത്ത് നിന്ന് ആൻസർ ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ബാക്കിയായിട്ടാണ്, ഒന്നിനെ ഓർത്തിരിക്കണേ. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ എഫേർട്സ് വെർ ടേക്കൺ ടു സെറ്റ് അപ്പ് എൻ ഓർഗനൈസേഷൻ ഫോർ പ്രിസർവിംഗ് ഗ്ലോബൽ പീസ്. ദി റിസൾട്ടഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ 24 ഒക്ടോബർ 1945. ദ ഹെഡ് ക്വാർട്ടേഴ്സ് യുഎൻ ഇൻ ന്യൂയോർക്കാണ്. അതിൻ്റെ തലസ്ഥാനം എവിടെ? ന്യൂയോർക്കാണ്. അത് ഓർത്തിരിക്കുക. പിന്നെ 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ടത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഇവിടെ നിന്നുള്ള ലക്ഷ്യങ്ങൾ: സം ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആർ ടു സേവ് സക്സീഡിംഗ് ജനറേഷൻ ഫ്രം ദ സ്കറേജ് ഓഫ് വാർ. അപ്പോൾ ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് സംരക്ഷിക്കുക. അടുത്തത് ടു പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ടു പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ്, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും ഒക്കെ സംരക്ഷിക്കുക. പിന്നെ ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫോഴ്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. അടുത്ത ഭാഗം, വാട്ട് ഈസ് ഡീകോളനൈസേഷൻ? ഡീകോളനൈസേഷൻ എന്ന് വെച്ചാൽ USA ആൻഡ് USSR വിച്ച് എമർജ്ഡ് ആസ് സൂപ്പർ പവേഴ്സ്. ആരൊക്കെയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻശക്തികളായി തീർന്നു. രണ്ടാം ലോക മഹായുദ്ധം. സപ്പോർട്ട് ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ വേരിയസ് യൂറോപ്യൻ കോളനീസ്. എവിടെയാണ്? യൂറോപ്പിലെയും യൂറോപ്യൻ കോളനികളിൽ നടന്ന, ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന കോളനികളിൽ സ്വാതന്ത്ര്യ സമരങ്ങളെ ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അനുകൂലിച്ചു. ഗ്രാജുവലി കോളനി സ്റ്റാർട്ടഡ് സെക്യൂർ ഫ്രീഡം ഫ്രം ദ ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ. പതിയെ അവരെന്ത് നേടിയെടുത്തു? സ്വാതന്ത്ര്യം നേടിയെടുത്തു. അതായത് സാമ്രാജ്യ രാജ്യങ്ങളുടെ പിടിയിൽ നിന്നും അവർ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ദിസ് പ്രോസസ് കാൾഡ് ഡീകോളനൈസേഷൻ. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഡീകോളനൈസേഷൻ അഥവാ അപകോളനീകരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോസസ് ഓഫ് ഡീകോളനൈസേഷൻ എന്ന് ചോദിച്ചാൽ ഈ പാരഗ്രാഫ് മൊത്തത്തിൽ എഴുതണം. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻഡ്. അത് സാമ്രാജ്യ രാജ്യങ്ങളുടെ ഡോമിനൻസ്, ആധിപത്യത്തിന് ചോദ്യം ചെയ്യപ്പെട്ടു. അവിടെ തൊട്ട് എഴുതണം. യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ഇന്ത്യൻസ് നാഷണൽ മൂവ്മെന്റ് കോളനീസ്. ഈ കാരണങ്ങളെല്ലാം എഴുതിയിട്ട് വേണം ഈ ഡീകോളനൈസേഷൻ. അപ്പോൾ വാട്ട് ഈസ് കാൾഡ് കോളനൈസേഷൻ എന്ന് എഴുതിയാൽ ദി USA തൊട്ട് ഡീകോളനൈസേഷൻ വരെ എഴുതുക. കോസസ് ഓഫ് ഡീകോളനൈസേഷൻ എന്ന് ചോദിച്ചാൽ ഇത് ഫുൾ എഴുതണം. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻഡ് തൊട്ട് ഈസ് കാൾഡ് ഡീകോളനൈസേഷൻ വരെ. ഇനി അതിന് നേരത്തെ കൊടുത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് കൊടുത്തിരിക്കുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യ, നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്ക, ക്വാമി നക്രൂമ ഘാന, ജോമോ കെനിയാത്ത കെനിയ. ഇനി കോൾഡ് വാർ എന്ന് പറയുന്നത് ആശയപരമായ സംഘടനയാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. കോൾഡ് വാർ എന്ന് ഒറ്റ വാക്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. വൺ വേർഡ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. കോൾഡ് വാർ എന്നാണത്. അപ്പോൾ ഈ ഒരു സെന്റൻസ് ഓർത്തിരിക്കുക. enmity based on ideological conflict and diplomatic confrontations was called the Cold War. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആശയപരമായ ഭിന്നതയും രാഷ്ട്രീയമായ അവിശ്വാസവും, അല്ലെങ്കിൽ എന്താണ്, ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളെയും വിളിക്കുന്ന പേരാണ്. ആശയപരമായ സംഘർഷങ്ങളെയും നയതന്ത്ര യുദ്ധങ്ങളെയും വിളിക്കുന്ന പേരാണ് കോൾഡ് വാർ. enmity based on ideological conflict and diplomatic confrontations is was called കോൾഡ് വാർ. ഈ സെന്റൻസ് എങ്കിലും ഓർത്തിരിക്കുക. ആ സെന്റൻസ് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം പുതിയ 2 സാമ്പത്തിക ശക്തികൾക്ക്, ഫാസിസ്റ്റ് ശക്തികൾ ഇല്ലാതായതോടുകൂടി പുതിയ 2 സാമ്പത്തിക ശക്തികൾ വളർന്നു വന്നു. അത് ആരൊക്കെയാണെന്നോ? അമേരിക്ക, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയനുമാണ്. ഇവർ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള 2 ചേരികൾ ഇവർ 2 ചേരികളായിട്ട് മാറി. ഇവർ തമ്മിലുള്ള ശത്രുത, ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളെയും വിളിക്കുന്ന പേരാണ് ശീതസമരം. നേരിട്ടുള്ള യുദ്ധങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആശയപരമായ എന്താണ്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് ഇതുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ സെന്റൻസ് ഓർത്തിരിക്കുക. ഇത് ആദ്യമായിട്ട് കോൾഡ് വാർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളാണ് ബെർണാഡ് ബറൂച്ച്. അങ്ങനെ ഓരോ പേരുണ്ട്, ഓർത്തിരിക്കുക. മനസ്സിലാക്കി എന്നാൽ മാത്രം മതി.
ഈ കോൾഡ് വാറിൻ്റെ അനന്തരഫലമായി രൂപീകരിക്കപ്പെട്ട കുറച്ച് ഒരു മിലിറ്ററി പാക്ട്, സൈനിക സഖ്യത്തിൻ്റെ പേരുണ്ട്, പഠിക്കേണ്ടതല്ല, അഡീഷണൽ റീഡിംഗ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഉണ്ട് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചാണ്, എങ്ങനെ എഴുതേണ്ടതെന്നുള്ള നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ അത് ഹൂ വെയർ ദ ലീഡേഴ്സ് ഓഫ് ദ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യ, അതുപോലെ ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്തിലെ, മാർഷൽ ടിറ്റോ യുഗോസ്ലാവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. അതിനുശേഷം നമ്മൾ പഠിച്ചാണ് നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധാനത്തിന് രണ്ടാം ലോക യുദ്ധാനത്തിന് ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ധാരാളം രാജ്യങ്ങൾ സ്വതന്ത്രമായി തീർന്നു. അവർ മനസ്സിലാക്കിയ സമരത്തിന് മറ്റു രൂപമാണെന്നും ഈ രാജ്യങ്ങൾ അതിനാൽ ഈ മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗത്ത്, അതായത് അമേരിക്കയുടെ കൂടെയോ സോഷ്യലിസ്റ്റ് ചേരിയായ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാകാതെ അവരെന്ത് ചെയ്തു? തങ്ങളുടേതായിട്ടുള്ളൊരു പ്രസ്ഥാനം രൂപീകരിച്ചു. അതാണ് ചേരിചേര പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. എന്നിട്ട് അതിനുശേഷം പിന്നെ പറഞ്ഞത് ഇതാണ്, അവർ ആദ്യമായിട്ട് ഈ പേര് നിർദ്ദേശിച്ച് എവിടെ വെച്ചാണ്? ബാന്തോങ്, ഇന്തോനേഷ്യയിൽ വെച്ചാണ് ഈ നോൺ അലൈൻമെൻറ്റ് പ്രസ്ഥാനത്തിന് നിർദ്ദേശിക്കപ്പെട്ടത്. 1955-ലാണ്. എന്നാൽ ആദ്യത്തെ സമ്മേളനം 1961-ലാണ് നടക്കുന്നത്. ബെൽഗ്രേഡിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാ ഇൻ്റർനാഷണൽ അഫയേഴ്സിലും ആക്റ്റീവായിട്ട് ഇടപെടുക. ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ ആക്റ്റീവായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ് നോൺ അലൈൻമെൻറ്റ് അഥവാ ഈ ചേരിചേര പ്രസ്ഥാന ഒബ്ജക്റ്റീവ്. അത് ആരുടെ വാക്കുകളിലൂടെയാണ് വ്യക്തമാക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളിലൂടെയാണ് വ്യക്തമാക്കുന്നത്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ വേൾഡ് അഫയേഴ്സ്, അതാണ് നോൺ അലൈൻമെൻറ്റ് ഒബ്ജക്റ്റീവ്. അടുത്ത വെസ്റ്റ് ഏഷ്യയിലാണ്. വെസ്റ്റ് ഏഷ്യയിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട, പശ്ചിമേഷ്യയിൽ തന്നെ ആദ്യത്തെ ചോദ്യമാണ് ബാൽഫർ ഡിക്ലറേഷൻ, ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ വരെ കാലയളവിൽ ഈ ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ തുർക്കിഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പാലസ്തീൻ എന്ന് പറയുന്നത്. ഈ പാലസ്തീൻ റീജിയൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തുന്ന ഒന്നാം ലോക മഹായുദ്ധാനന്തരമാണ്. അതിനവരെ സഹായിച്ചത് ആരാണ്? ഈ ജൂതന്മാരാണ്. ഇതിന് പ്രത്യുപകാരമായിട്ട് ജൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ ഇൻ ദ വാർ. ദെൻ ദ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആർതർ ബാൽഫർ ഡിക്ലെയർഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ജൂയിഷ് നേഷൻ ഇൻ വെസ്റ്റ് ഏഷ്യ ആസ് എ റിവാർഡ്. അപ്പോൾ ഇതിന് പ്രത്യുപകാരം എന്നതിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ആരാണ്? ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ആർതർ ബാൽഫർ പ്രഖ്യാപിക്കുകയാണ് ജൂതന്മാർക്ക് വെസ്റ്റ് ഏഷ്യയിൽ ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞു. ഇതാണ് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. അടുത്ത സിയോണിസമാണ്. സിയോണിസത്തിന് ഒബ്ജക്റ്റീവ്. സിയോണിസം എന്ന് പറയുന്നത് സിയോണിസം ഈസ് ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ദ ജൂസ്. ജൂതന്മാർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ജൂതന്മാർക്ക് ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണെന്ത്? സിയോണിസ്റ്റ് മൂവ്മെന്റ്, അതായത് സിയോണിസം. പിന്നെ ഇവരുടെ ഈ പ്രസ്ഥാനം രൂക്ഷമായി തീർന്നതോടെ, അപ്പോൾ ആ സിയോണിസം എന്താണെന്ന് വെച്ചാൽ അത്ര എഴുതിയാൽ മതി, ആ സെന്റൻസ് എഴുതിയാൽ മാത്രം മതി. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞത് ദി സെന്റൻസ് വേർഡ് ഈ ഡിമാൻഡ്, ഇതിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയാണ്. അതായത് ജൂതന്മാർക്ക് പ്രത്യേക രാഷ്ട്രം രൂപീകരണമെന്നുള്ള ആവശ്യം വർദ്ധിക്കുന്നു. 1948 അങ്ങനെ ജൂതന്മാർക്ക് വേണ്ടി ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നു. രൂപീകരിച്ചുകൊണ്ട് ഇവർ ആരെ ആക്രമിച്ചു? അറബ് രാജ്യങ്ങളെ ആക്രമിച്ചു. തുടർന്ന് പാലസ്തീനെ കീഴടക്കി ഇവർ. അങ്ങനെ പാലസ്തീൻ ആൾക്കാർ ഇവിടേക്ക് അറബ് രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി. അവിടെ അഭയാർത്ഥികളായിട്ടുള്ള പാലസ്തീനിലെ ആൾക്കാർ അവരെന്ത് ചെയ്തു? പാലസ്തീനിൽ റെഫ്യൂജി മൈഗ്രേറ്റ് വേരിയസ് അറബ് നേഷൻസ് അവരെന്ത് ചെയ്തു? അവിടെ ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് PLO, പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ PLOയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് നേഷൻ ഫോർ ദ പാലസ്തീനിയൻ, ആർക്കാണ്? പാലസ്തീൻ റെഫ്യൂജികൾക്ക് രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് PLO. അതിൻ്റെ നേതൃത്വം കൊടുത്ത ആരാണ്? യാസർ അറഫാത്താണ്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് സിയോണിസം, ആർതർ ബാൽഫർ ഡിക്ലറേഷൻ, രണ്ടാമത്തെ സിയോണിസം, അടുത്തത് PLO. എന്ന് വെച്ചാൽ എന്താണ്? പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. ഇനി വിച്ച് വാസ് ദ എഗ്രിമെന്റ് റെക്കഗ്നൈസ്ഡ് ബൈ ഇസ്രായേൽ വിത്ത് ദ മീഡിയേഷൻ ഓഫ് USA in 1993 ടു ലിബറേറ്റ് പാലസ്തീൻ. അപ്പോൾ പാലസ്തീനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഇസ്രായേൽ ഒപ്പിട്ട കരാറിൻ്റെ പേരെന്താണ്? ഓസ്ലോ പാക്ട് എന്നാണ് കരാറിൻ്റെ പേര്. 1993-ലാണ്. അതിന് ഇടനിലക്കാരൻ നിന്ന ആരാണ്? അമേരിക്കയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾക്ക് അവസാനം ആര് സ്വതന്ത്രമാകുന്നു? പാലസ്തീൻ സ്വതന്ത്രമാകുന്നു. അടുത്ത ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ഇവാലുവേറ്റ് ദ കോസ് ഫോർ ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുള്ള പ്രധാനപ്പെട്ട കാരണം അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായിൽ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ, ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിൻവാങ്ങൽ, പിന്നെ കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ബ്യൂറോക്രസിയുടെ അഴിമതിയും ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും,
ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ, സാമ്പത്തിക മേഖലയിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുള്ള പരാജയം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്തെല്ലാം മാറ്റങ്ങളാണ്, വാട്ട് വർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ഡിസിൻറ്റേജ് സോവിയറ്റ് യൂണിയൻ ഇന്റർനാഷണൽ ലെവലിൽ, അന്താരാഷ്ട്ര തലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് സോവിയറ്റ് യൂണിയൻ തകർച്ചയോടുകൂടി. ഒന്നാമത്തെ എൻഡഡ് കോൾഡ് വാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഗോർബച്ചേവ് രാജിവെക്കുന്നതോട് 1991 മിഖായിൽ ഗോർബച്ചേവ് രാജിവെക്കുന്നതോടുകൂടി സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായിട്ട് ഇല്ലാതായിത്തീർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലോകതലത്തിലുണ്ടായ ഒന്നാമത്തെ മാറ്റമാണ് എൻഡഡ് കോൾഡ് വാർ, ശീതസമരം അവസാനിക്കുന്നു. അതുപോലെ യൂണിപോളാർ വേൾഡ് ഹാസ് എമർജ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് USA ഇൻ ദ പ്ലേസ് ഓഫ് ബൈപോളാർ വൺ. ഇരുധ്രുവ ലോകക്രമത്തിന് പകരം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമം നിലവിൽ വരുന്നു. ഇതാണ് ലോകതലത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇനി അടുത്തത് അമേരിക്ക ഡോമിനൻസ്. വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ അമേരിക്ക ടു എസ്റ്റാബ്ലിഷ് ഡോമിനൻസ് ഓവർ ദ വേൾഡ്? എന്തെല്ലാം തന്ത്രങ്ങളാണ് അമേരിക്ക ലോകത്തിൻ്റെ ഒന്നാമനായി തീരുന്നതിന് കാരണങ്ങൾ? എന്തെല്ലാം തന്ത്രങ്ങളാണ് സ്വീകരിച്ചത്? ഡോമിനൻസ്, ആധിപത്യം സ്ഥാപിച്ചു. ഒന്നാമത് യൂട്ടിലൈസിംഗ് ഇന്റർനാഷണൽ ഏജൻസീസ്. അമേരിക്ക പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്. അന്താരാഷ്ട്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ മിലിറ്ററി അലയൻസ്, സൈനിക കൂട്ടുകെട്ടുകൾ വർദ്ധിപ്പിച്ചു. മീഡിയ വെയർ യൂസ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ്. മാധ്യമങ്ങളുടെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അമേരിക്ക ലോക തലവനായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അടുത്ത ഭാഗം ന്യൂ എംപീരിയലിസം. അപ്പോൾ ന്യൂ എംപീരിയലിസം എന്ന നവസാമ്രാജ്യത്വം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം എഴുതുക. ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ് നോ കൈൻഡ് ഓഫ് ഇംപീരിയലിസം എമർജ്ഡ്. മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ പെപ്സി, കൊക്കക്കോള, IBM, മൈക്രോസോഫ്റ്റ്, കുർക്കുറെ, മാഗി, അങ്ങനെ നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ എല്ലാം ഉൾപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികൾ എന്താണ്? മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ഇൻ എ കൺട്രി, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതും ഫംഗ്ഷൻ ഇൻ മെനി കൺട്രീസ്, എവിടെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായ കമ്പനികൾ ഇന്റർവിൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ സെക്ടേഴ്സിൻ്റെ ലാറ്റർ, അവിടെ എവിടെ ഇടപെടാൻ തുടങ്ങുന്നു? സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ ഇടപെടാൻ തുടങ്ങുന്നു. അതിനെ വിളിക്കുന്ന, എന്നിട്ട് അവർ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു? മുതലാളിത്ത രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് നിയോ എംപീരിയലിസം അഥവാ നവസാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നത്. നേരത്തെ വീഡിയോ കാണുക, മനസ്സിലാക്കുക. മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് വെച്ചാൽ ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് ഹൗ ഡിഡ് ദ കോമ്പറ്റീഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് അഫക്ട് ദ ഡെവലപ്പിംഗ് കൺട്രീസ്? എങ്ങനെയാണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കോമ്പറ്റീഷൻ, മത്സരം എങ്ങനെയാണ് വികസ്വര രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത്? വികസ്വരം എന്ന് വെച്ചാൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, വികസിതം എന്ന് വെച്ചാൽ വികസിച്ച് കഴിഞ്ഞ രാജ്യങ്ങൾ. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് കോമ്പീറ്റ് വിത്ത് വൺ അനദർ ടു കൺട്രോൾ റിസോഴ്സ് ആൻഡ് അസറ്റ്സ് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് പരസ്പരം മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ മൂന്നാം ലോക രാജ്യങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട്. ദേ പ്രൊമോട്ട് കൺസ്യൂമറിസം, ഉപഭോക്തൃ സംസ്കാരം നമുക്ക് വ്യാപിക്കുന്നു. നമ്മളെല്ലാം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്, നമ്മളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആ സംസ്കാരം എന്ത് ചെയ്യുന്നു? ഇവർ വളർത്തിയെടുക്കുന്നു, ഈ മൾട്ടിനാഷണൽ കമ്പനീസ് വളർത്തിയെടുക്കുന്നു. ഇൻ തേർഡ് വേൾഡ് കൺട്രീസ്, എവിടെയാണ്? മൂന്നാം ലോക രാജ്യങ്ങളിൽ. ടു സെൽ ദെയർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെൽ ദെയർ പ്രോഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളുടെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു, അല്ല നമ്മൾ ഇവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉദാഹരണമായിട്ട് പല രാജ്യങ്ങളുടെയും ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ ആപ്ലിക്കേഷൻ പലതുണ്ട്. അപ്പോൾ ചൈനയുടെ പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. ടിക്ടോക്ക്, അതിൽ നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന PUBG, ഇതൊക്കെ എന്താണ്? ആരുടെയാണ്? വിദേശ രാജ്യങ്ങളുടെയാണ്. അതെല്ലാം നമ്മൾ എന്ത് വളർത്തിയാണ്? കൺസ്യൂമറിസമാണ്. നമ്മളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതാണ് ഇവർ ചെയ്യുന്നത്. വേൾഡ് കൺട്രീസ് ടു സെൽ ദെയർ പ്രൊഡക്ട്സ്. ഡെവലപ്പിംഗ് നേഷൻസ് വി ആർ കൺസിഡർഡ് ആസ് ദ മാർക്കറ്റ്സ് ഫോർ ദെയർ മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസ് വി ആർ കൺസിഡർഡ് ആസ് ദെയർ മാർക്കറ്റ്സ് ഫോർ ദെയർ മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ വികസ്വര രാജ്യങ്ങളെ ഇവർ കണക്കാക്കിയിരുന്നത് എങ്ങനെയാണ്? അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് കണക്കാക്കിയിരുന്ന അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള കമ്പോളങ്ങളായിട്ടാണ്. അപ്പോൾ ഈ നെസ്റ്റി, അതുപോലെ നെസ്ലെ, ഇതൊക്കെ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതൊക്കെ നിങ്ങൾ ഉദാഹരണമായിട്ട് മനസ്സിലൊന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. പെപ്സി, കൊക്കോകോള, ഇതൊക്കെ. അപ്പോൾ അത് എക്കണോമി ഓഫ് മെനി കൺട്രീസ് സ്റ്റാർട്ടഡ് ടു കൊളാപ്സ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ തകരുന്നതിന് കാരണമായി തീർന്നു. നമ്മുടെ ഇവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ എല്ലാം നമ്മൾ മറ്റുള്ള രാജ്യത്ത് നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നു. അങ്ങനെ വികസിത അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുന്നതിന് കാരണമായി തീരുകയും ചെയ്യും ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ മത്സരം. അതിനുശേഷം ഈ LPG എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG കോൺസെപ്റ്റ് ഓഫ് ന്യൂ എംപീരിയലിസം. ന്യൂ എംപീരിയലിസത്തിൻ്റെ ആശയങ്ങളാണ് ഇതെല്ലാം. സബ്സ്റ്റാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അഡോപ്ഷൻ ലിബറൽ റെഗുലേഷൻ ആൻഡ് ടാക്സേഷൻ സിസ്റ്റം ടു ഫെസിലിറ്റേറ്റ് ഇമ്പോർട്ട് ഓഫ് മൾട്ടിനാഷണൽ പ്രോഡക്ട്സ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്സ്.
ബഹിരാഷ്ട്ര കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂലധനത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നികുതികളും ഉദാരമാക്കി കൊടുക്കുക. നമ്മുടെ രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമങ്ങളും നികുതികളും ഉദാരമാക്കി കൊടുക്കുക, ലിബറലാക്കി കൊടുക്കുക. അതാണ് ഉദാരവൽക്കരണം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറുള്ള സാധനങ്ങളെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ചൈനയിലെ പ്രോഡക്റ്റാണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത്. അത് ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മുടെ രാജ്യം അനുകൂലമായിട്ടുള്ള നിയമങ്ങളും നികുതികളും ഉദാരമാക്കി കൊടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ സ്വകാര്യവൽക്കരണം. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നു. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനം എന്ന് ഉദാഹരണം എന്ന് വെച്ചാൽ എയർ ഇന്ത്യ, അതുപോലെ തന്നെ KSRTC, ഇതൊക്കെ എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഇതിലേക്ക് സ്വകാര്യ മേഖലയാക്കി തീർക്കുന്നു, സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഗവൺമെൻറ് ലാഭം കിട്ടും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു പ്രൊവിഷൻസ്, ഒരു വൈദഗ്ധ്യം അതിനകത്ത് വർദ്ധിക്കുകയൊക്കെ ചെയ്യും. അടുത്ത ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെതാണ് എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കൺട്രി ലിങ്ക് ടു ഗ്ലോബൽ ഇക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോക രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ എന്തിൻ്റെ ഭാഗമാണ്? ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ യൂട്യൂബ് സംവിധാനത്തിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് എന്തിൻ്റെ ഭാഗമാണ്? ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ലിങ്ക് ടു ഗ്ലോബൽ ഇക്കോണമി. ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മോട്ടീവ്സ് ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. എന്തിൻ്റെയാണ്? ബഹിരാഷ്ട്ര കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഡ്രിവൺ മാർക്കറ്റ് കെയിം ഇൻടു എക്സിസ്റ്റൻസ്. മത്സരങ്ങളൊന്നും കമ്പോളങ്ങൾ നിലവിൽ വന്നു. അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതികവിദ്യ, മനുഷ്യ വിഭവശേഷി, ഇതൊക്കെ കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെട്ടു. ഇതെല്ലാം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. മൈക്രോസോഫ്റ്റ്, അതുപോലെ ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളൊക്കെ ഇൻഫോസിസ് പോലുള്ള കമ്പനികളൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെയൊക്കെ സ്ഥാപിക്കുന്നു. നമ്മളെ പോലെയുള്ള ആൾക്കാർ അവിടെ നമ്മൾ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പല ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ഇനി നെയിം ദ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് ദ പോളിസീസ് ഓഫ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഗ്ലോബലൈസേഷൻ അഥവാ ഈ ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയങ്ങൾ രൂപീകരിക്കുന്ന നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സച്ചാസ് ഏതൊക്കെയാണ്? വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി, പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടിയുണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ഗ്ലോബലൈസേഷൻ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളെ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ പ്രതികൂലമായി ബാധിച്ചത്? ഇന്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചലഞ്ച് ദ കോൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. ദേശരാഷ്ട്രം നാശത്തിന് ബഹിരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി തീർന്നു. ലെഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനസ് കൾച്ചർ. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ച കാരണമായി തീർന്നു. പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് പ്ലഞ്ച്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കാർഷിക മേഖലയുടെ വിലയിടുന്നതിന് കാരണമായി തീർന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു? തകർന്നു, ഡിസ്ട്രോയിഡ് ചെയ്തു. ഗവൺമെൻറ് വിത്ഡ്രൂ ഫ്രം സോഷ്യൽ സർവീസ്, സേവന മേഖലയിൽ നിന്നും. അതായത് സേവന മേഖല എന്ന് വെച്ചാൽ നമുക്ക് നൽകുന്ന സേവനങ്ങൾ പറയുന്നത് വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ആശുപത്രി മേഖല, ഈ സംവിധാനങ്ങളിൽ നിന്ന് പിൻവാങ്ങൽ. നാച്ചുറൽ റിസോഴ്സ് വെയർ ലൂട്ടഡ്. നാച്ചുറൽ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ധാരാളമായി കൊള്ളയടിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഓരോ ഭാഗത്തിലും നിങ്ങളിങ്ങനെ പാരഗ്രാഫിൻ്റെ സൈഡിലായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നീട് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ്, പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നതാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സൈഡിലായിട്ട് എഴുതിയിടുകയാണെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങളുടേതായ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതിയിടുകയാണെങ്കിൽ പിന്നീട് അത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ടെസ്റ്റിൽ നിന്ന് പുറത്തുനിന്നുള്ളൊരു ചോദ്യം, നമ്മളിതുവരെ പഠിച്ചു തന്ന രീതി കണക്ക് തന്നെ ടെസ്റ്റിൽ നിന്ന് പുറത്തുനിന്നുള്ള ചോദ്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ടെസ്റ്റ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ശരി.